RPF SAയുടെ എക്സാം ആൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. RRBയുടെ എക്സാം കലണ്ടർ അനുസരിച്ച് ജനുവരി 8-ന് RPF കോൺസ്റ്റബിളിന്റെ എക്സാം നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്കെല്ലാവർക്കും മനസ്സിലായത്. ഇനി ജനുവരി 8-ന് ടോട്ടൽ 7 ഡേയ്സ് മാത്രമാണുള്ളത്. മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഈ 7 ഡേയ്സിനുള്ളിൽ ഇനി എക്സാം ഡേറ്റ് വരാനുള്ള സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ച്. എന്നാൽ ചില കുട്ടികൾ പറയുന്നുണ്ട് ജനുവരി എൻഡിൽ എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട്, ഫെബ്രുവരിയിലുണ്ട്, എന്നാൽ ചിലരാണെങ്കിലോ മാർച്ചിലാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. RPF കോൺസ്റ്റബിളിന്റെ എക്സാം ജനുവരിയിൽ നടക്കുമോ, അത് ഫെബ്രുവരിയിൽ നടക്കുമോ, അതോ മാർച്ചിൽ നടക്കുമോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ഒരു വീഡിയോ. കാരണം ഈ തവണത്തെ RPF കോൺസ്റ്റബിളിലേക്ക് ഒത്തിരി കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട് വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ആന ഡിഫൻസ് അക്കാഡമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽ ആണ് കുട്ടികളെ ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. SSCGD 2024-25 ഓൺലൈൻ ക്ലാസ്സുകൾ, RPF കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. ടിയർ റാലിയിലേക്കുള്ള ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. പിന്നെ 2025 അഗ്നിവീർ GD, ട്രേഡ്സ്മാൻ, ടെക്നിക്കൽ, NA, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ ട്രേഡിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. CSF ഫയർമാനിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. ഈ ഏതെങ്കിലും കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് റിട്ടേൺ ക്ലാസ്സിനോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. ഈ കോഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മുടെ ഒഫീഷ്യൽ ആപ്പായ ആന ഡിഫൻസ് അക്കാഡമി എന്ന ആപ്പിൽ നിന്നായിരിക്കും ലഭിക്കുന്നത്. വീക്കിലി 6 ദിവസം ക്ലാസ്സുകളുണ്ട്. 70+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മളിത് 100+ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 100+ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെഡിക്കൽ അവയർനെസ്സും ഡയറ്റ് പ്ലാനും ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും 2025 ഏതെങ്കിലും ഡിഫൻസ് ഫോഴ്സിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2024 RPF കോൺസ്റ്റബിൾ ആൻഡ് SAയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷൻ ഒരുമിച്ചായിരുന്നു വന്നത്. പക്ഷേ എക്സാം നടക്കാൻ പോകുന്നതോ 2 ടൈമിലായിട്ടാണ്. RPF SAയുടെ എക്സാം ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു ഡേറ്റിന് അറൗണ്ട്ലി 40 or 45 ഡേയ്സ് മുന്നേ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം അക്സെപ്റ്റ് ആയതിൻ്റെ സ്റ്റാറ്റസ് ലഭിച്ചിരുന്നു. ആപ്ലിക്കേഷൻ ഫോം അക്സെപ്റ്റ് ആയതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഫോം അക്സെപ്റ്റ് ആയോ അത് റിജക്റ്റ് ആയോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അതേ രീതിയിൽ തന്നെ ഡിസംബർ 2nd വീക്കോടെ RPF SAയുടെ എക്സാം സ്റ്റാർട്ടുമായിരുന്നു. പക്ഷേ RPF കോൺസ്റ്റബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ ടെൻറ്റേറ്റീവ് കലണ്ടർ അനുസരിച്ച് RRB ആൾറെഡി അപ്ഡേറ്റ് ചെയ്തിരുന്നു ജനുവരി 8 നിങ്ങളുടെ എക്സാം കാണുമെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ ആപ്ലിക്കേഷൻ ഫോം അക്സെപ്റ്റ് ആയതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അതോടൊപ്പം അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല. ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മളെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിന് മുന്നേ നടന്ന എക്സാമിൻ്റെ കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് വരാനുള്ള സാധ്യതയും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. 2018-19 കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് RPF കോൺസ്റ്റബിളിൻ്റെ ആണെങ്കിലും SAയുടെ ആണെങ്കിലും എക്സാം ഡേറ്റിൻ്റെ 40 or 45 ഡേയ്സ് മുന്നേ തന്നെ ആപ്ലിക്കേഷൻ ഫോം അക്സെപ്റ്റ് ആയതിൻ്റെ സ്റ്റാറ്റസും അതുപോലെ തന്നെ എക്സാം ഡേറ്റും അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ ഈ തവണ RPF SAയുടെ കാര്യത്തിൽ അത് വളരെ ക്ലിയർ ആണ്. പക്ഷേ RPF കോൺസ്റ്റബിളിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് നോക്കാം എന്നായിരിക്കും RPF കോൺസ്റ്റബിളിൻ്റെ എക്സാം വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച്. ആദ്യം നമുക്ക് RRB ഔട്ട് ചെയ്ത കലണ്ടറിനകത്ത് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഏതാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം RRB ഔട്ട് ചെയ്ത കലണ്ടറിലെ എക്സാം ഡേറ്റ് എന്നായിരുന്നു നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് RRB ഔട്ട് ചെയ്ത ടെൻറ്റേറ്റീവ് കലണ്ടർ. ഈ ഒരു കലണ്ടർ അനുസരിച്ച് ALP, ടെക്നീഷ്യൻ, SI, കോൺസ്റ്റബിൾ എന്നിവയുടെ എല്ലാം എക്സാം ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതനുസരിച്ച് ഇതേ രീതിയിൽ തന്നെയാണ് ഒഫീഷ്യലായിട്ടും RRB എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത്. അതായത് ഇതിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ വന്ന ആ ഒരു ലെറ്ററിനകത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ALP 25-11, RPF SI 2-12, ടെക്നീഷ്യൻ 16-12. ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് ആണ് ആദ്യം ഔട്ട് ചെയ്ത ഈ ഒരു ടെൻറ്റേറ്റീവ് കലണ്ടറിൽ വന്നത്. പക്ഷേ ഇതിന് ശേഷം പിന്നെയും ഒരു കലണ്ടർ RRB ഔട്ട് ചെയ്തിരുന്നു. അതായത് ഈ ഒരു റിവേഴ്സ്ഡ് കലണ്ടർ. ഈ ഒരു കലണ്ടറിനകത്ത് വളരെ ചെറിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു 3 or 5 ഡേയ്സ് അങ്ങോട്ട് എക്സാം ഡേറ്റ് മാത്രം എന്താണ് അവർ നീട്ടിയിരുന്നു. അത് മാത്രമാണ് ഈ ഒരു റിവേഴ്സ്ഡ് കലണ്ടറിൽ വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് ALPയുടേതും RPF SAയുടെയും ടെക്നീഷ്യൻ്റെയും എല്ലാം എന്താണ് എക്സാം ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഇനി ബാലൻസ് ഉള്ളത് ഏതാണ്? മെയിൻ എന്ന് പറഞ്ഞാൽ അതായത് മെയിനായിട്ട് ബാലൻസ് ഉള്ളത് ഏതാണ്? RPF കോൺസ്റ്റബിളിൻ്റെയാണ്. കൂടുതൽ കുട്ടികൾ ഫോം ഫില്ല് ചെയ്തിരിക്കുന്നതും ഈ ഒരു പോസ്റ്റിലേക്കാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ RPF SA ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഇതുവരെ RPF
കോൺസ്റ്റബിളിൻ്റെ എക്സാമിനെ കുറിച്ച് ഒരു അപ്ഡേറ്റും RRB ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ കുട്ടികളും ടോട്ടലി കൺഫ്യൂസിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു കലണ്ടർ അനുസരിച്ച് RPF കോൺസ്റ്റബിളിൻ്റെ എക്സാം ഡേറ്റ് അവർ എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതനുസരിച്ച് ഇവിടെ നോക്കൂ കുട്ടികളെ, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് RPF കോൺസ്റ്റബിൾ. ഈ ഒരു ടെൻറ്റേറ്റീവ് കലണ്ടറിൽ പറയുന്ന ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ജനുവരി 8 വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ജനുവരി 10 നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്, വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 15, പിന്നെ 17, പിന്നെ 27, പിന്നെ അതിനുശേഷം നേരെ പോകുന്നത് എവിടെയാണ്? മാർച്ചിലേക്കാണ്. ഫെബ്രുവരിയിൽ എന്താണ്? എക്സാം ഒന്നും നടക്കുന്നില്ല. കാരണം എന്താണ്? എല്ലാവർക്കും അറിയാം, ഫെബ്രുവരി 1 മുതൽ എന്താണ്? ഫെബ്രുവരി 1 മുതൽ SSGDയുടെ എക്സാം നടക്കാൻ പോവുകയാണ്. 2024-25 SSGDയുടെ എക്സാം ആണ് ഏത് മന്തിൽ നടക്കുന്നത്? ഫെബ്രുവരി മന്തിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ ക്ലിയർ ആയി, എന്തായാലും RPF കോൺസ്റ്റബിളിൻ്റെ എക്സാം ഈ ഒരു ഫെബ്രുവരി മന്തിൽ കാണത്തില്ല. ഇവർ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ജനുവരി 8 നടക്കണം എന്നാണ്. പക്ഷേ ഇതുവരെ നമുക്ക് ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അതേപോലെ ആപ്ലിക്കേഷൻ ഫോം അക്സെപ്റ്റ് ആയതിൻ്റെ സ്റ്റാറ്റസും കിട്ടിയിട്ടില്ല. അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല. ഇനി ആകെ 7 ഡേയ്സ് മാത്രമാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതനുസരിച്ച് നമുക്ക് നോക്കണം ഇനി എപ്പോഴായിരിക്കും എക്സാം വരാനുള്ള സാധ്യതയെന്ന്. അതോടൊപ്പം നെക്സ്റ്റ് നോക്കൂ കുട്ടികളെ, ഇതിന് ശേഷം പറയുന്നത് എന്താണ്? ഫെബ്രുവരിക്ക് ശേഷം പിന്നുള്ള ഏതാണ്? മാർച്ചാണ്. മാർച്ച് എന്നൊരു മന്ത് നമ്മുടെ മുന്നിലുണ്ട്. മാർച്ചിന് ശേഷം പിന്നെ വരുന്ന ഏപ്രിലാണ്. ഏപ്രിലും എക്സാം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 2025 SSCയുടെ കലണ്ടർ ആൾറെഡി ഔട്ടായിട്ടുണ്ട്. ആ ഒരു കലണ്ടറിലും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഏപ്രിൽ മുതൽ എന്താണ് 2025 SSCയുടെ എക്സാം സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ എക്സാം നടക്കാൻ സാധ്യതയുള്ള ഒരു മാസം എന്ന് പറഞ്ഞാൽ മാർച്ചാണ്. കാരണം ഫെബ്രുവരിയിൽ എന്തായാലും ഒരു സാധ്യതയില്ല. ജനുവരിയിൽ ഇനി സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ കുറവാണ്. അതായത് 99% ജനുവരിയിൽ നടക്കാനുള്ള സാധ്യത ഇല്ല. സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഫോം അക്സെപ്റ്റ് ആവുന്നതിൻ്റെ സ്റ്റാറ്റസ് നമുക്കറിയാൻ പറ്റിയേനെ. അതായത് ഞാനിപ്പോൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോം അവർ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയണ്ടേ. അത് വളരെ ക്ലിയർ ആയിട്ട് എന്താണ്, അഡ്മിറ്റ് കാർഡ് വരുന്നതിന് മുന്നേ തന്നെ എന്താണ് നമ്മളെ അറിയിക്കുന്നതാണ്. അത് SSC ആണെങ്കിലും RRB ആണെങ്കിലും. അതുപോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ജനുവരി എക്സാം നടക്കാനുള്ള സാധ്യത ഇനി വളരെ കുറവാണ്. എന്തായാലും എക്സാം നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് മാർച്ചിലായിരിക്കും. ഫെബ്രുവരിയിൽ എന്താണ്? SSCയുടെ എക്സാം ആണ്. ഈ RRBയുടെയും അതുപോലെ തന്നെ SSCയുടെയും എല്ലാം എക്സാം കണ്ടക്ട് ചെയ്യുന്നത് TCS ആണ്. അപ്പോൾ എന്തായാലും ഒരു സമയത്ത് തന്നെ 2 ഓർഗനൈസേഷൻ്റെ എക്സാം അവർ കണ്ടക്ട് ചെയ്യത്തില്ല. എക്സാം പേപ്പറൊക്കെ ലീക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. ഇത്ര പെട്ടെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് എന്താണ് എക്സാമൊക്കെ കണ്ടക്ട് ചെയ്താൽ. അതുകൊണ്ട് അവിടെയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഫെബ്രുവരിയിൽ എന്തായാലും SSCയുടേതാണ് വരാൻ പോകുന്നത്. ഇനി ജനുവരിയിൽ ഇനി എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഇനി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം അക്സെപ്റ്റ് ആകുന്നതിൻ്റെ ആ ഒരു സ്റ്റാറ്റസും അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റും ജനുവരിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. എക്സാം എന്തായാലും നിങ്ങളുടെ മാർച്ചിൽ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കലണ്ടറിൽ കാണാവുന്നതാണ് SSC CGLൻ്റെ ഇവിടെ ടയർ 2ൻ്റെ എക്സാം ഡേറ്റ് കാണാം. ജനുവരി 18, 19, 20 ഈ ഒരു ടൈമിൽ എക്സാം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കിവിടെ ഈ ഒരു കലണ്ടറിനകത്ത് ആ ഒരു ടൈമിൽ RPF കോൺസ്റ്റബിളിൻ്റെ എക്സാം ഡേറ്റ് ഇവർ അനൗൺസ് ചെയ്യാതിരുന്നത്. മനസ്സിലായി? ഇത് ടെൻറ്റേറ്റീവ് കലണ്ടറാണ്. ഇത് ആൾറെഡി കഴിഞ്ഞ വർഷം, അതായത് 2024 ഒക്ടോബർ മാസത്തോടെ ആ ഒരു സമയത്ത് ഔട്ട് ചെയ്ത കലണ്ടറാണ്. ബാക്കി എല്ലാത്തിൻ്റെ അപ്ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അവർ ഔട്ട് ചെയ്തിരുന്നു. 2 അല്ലെങ്കിൽ 3 ദിവസത്തിൻ്റെ ഡേറ്റ് എന്താണ് ഫ്രണ്ടിലോട്ട് നീങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ കുട്ടികളെ? അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാലും എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ്. എന്തായാലും മിഡ് ജനുവരിയോടെ നിങ്ങൾക്ക് RPF കോൺസ്റ്റബിളിൻ്റെ അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഫോം സ്റ്റാറ്റസ് അറിയാൻ പറ്റുന്നതായിരിക്കും. എക്സാമിൻ്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. എക്സാം എന്തായാലും 99% ചാൻസസ് നിങ്ങൾ നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് മാർച്ചാണ്. RPF കോൺസ്റ്റബിൾ എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളെടുത്ത് എനിക്ക് പറയാനുള്ളത്, ആൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിയിരുന്നു ജനുവരി 8 നിങ്ങളുടെ എക്സാം നടക്കുമെന്ന്. എല്ലാ കുട്ടികളും അതേ രീതിയിലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ എക്സാം നാളെ വരട്ടെ, അതായത് ജനുവരി 9 വരട്ടെ, 10 വരട്ടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നാളെ ആയിരിക്കും എൻ്റെ എക്സാം ഡേറ്റ് എന്നും പറഞ്ഞിട്ട്. ക്ലിയർ ആയല്ലോ കുട്ടികളെ? ഒരു 3 മാസം മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കലണ്ടർ കിട്ടിയിരുന്നു. ഈ ഒരു കലണ്ടറിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്തായാലും വരാൻ പോകുന്നത് ജനുവരി 8 ആണെന്ന്. ഇനി അങ്ങോട്ട് നീട്ടിയാണെന്നുണ്ടെങ്കിൽ പോർഷനൊക്കെ കവർ ആകാത്ത കുട്ടികൾക്ക് അത് നല്ല ബെനിഫിറ്റ് ആണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.